Good morning, guys. Today we are going to discuss about ecosystem, the second module, environmental science and disaster management. So I told you നിങ്ങളുടെ 4 മൊഡ്യൂളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഈ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞത്. സോ ലെറ്റ്സ് ഡിസ്കസ്. ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ എക്കോസിസ്റ്റം. അതാണ് ആ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദെയർ നോൺ ലിവിങ് എൻവയോൺമെൻറ്റ്. ജീവനുള്ളവയും ആ ജീവനുള്ള ഓർഗാനിസംസ് താമസിക്കുന്ന അതിൻ്റെ ജീവനില്ലാത്ത ചുറ്റുപാട്, അതിൻ്റെ സറൗണ്ടിങ്സ്, ഇത് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ ബയോട്ടിക് കമ്പോണൻ്റ് എന്നും നോൺ ലിവിങ് എൻവയോൺമെൻറ്റിനെ എബയോട്ടിക് കമ്പോണൻ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് എക്കോളജി. സോ ആ ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, എക്കോളജി മീൻസ് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമ്മൾ എക്കോളജി എന്ന് പറയുന്നു. സോ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് എ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ്. അപ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അപ്പോൾ ഓരോ എക്കോസിസ്റ്റത്തിൽ ഏതൊക്കെയാണ് ലിവിങ് ഓർഗാനിസംസ്, ഏതൊക്കെയാണ് അവരുടെ നോൺ ലിവിങ് എൻവയോൺമെൻറ്റ്, ഈ ലിവിങ് ഓർഗാനിസംസ് ആ എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സ്ട്രക്ചർ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് നമ്മൾ എക്കോളജി എന്ന് പറയുന്നത്. Next is types of ecosystem. So in generally, ecosystem can be classified into two, that are natural ecosystem and artificial ecosystem. So natural ecosystem എന്ന് പറയുമ്പം എൻവയോൺമെൻറ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും ആ എക്കോസിസ്റ്റംസ് അവിടെ ഉണ്ടാവും. ദെൻ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രസൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത എക്കോസിസ്റ്റംസ്, അതിൻ്റെ ഫങ്ഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതിന് ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു എക്കോസിസ്റ്റംസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ഒരു അക്വേറിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്വേറിയം ഇസ് എ സ്മോൾ എക്കോസിസ്റ്റം. പക്ഷെ അതിൻ്റെ അകത്ത് ഉള്ള ഫിഷസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേനും ഫുഡ് നമ്മൾ എപ്പോഴും ഹ്യൂമൻ ബീങ്സ് ആണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? അതൊരിക്കലും സെൽഫ് സപ്പോർട്ടിങ് അല്ല, അതിന് സ്വന്തമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു അക്വേറിയം, ആ ഒരു എക്കോസിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ അത് എക്സിസ്റ്റ് ചെയ്തോളും. ഓക്കെ, സോ അപ്പം അതിന് തന്നെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും രണ്ട് അക്വാട്ടിക് എക്കോസിസ്റ്റവും. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും ലാൻഡിൽ വരുന്നത്, ഓക്കെ, കരയിൽ വരുന്ന എക്കോസിസ്റ്റം, ലാൻഡിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റത്തിനെ നമുക്ക് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും, അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പം എന്താ, വാട്ടർ ബോഡീസ് ആണ്. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് എൻവയോൺമെൻറ്റും അണ്ടർ വാട്ടറിലാണെങ്കിൽ അല്ലെങ്കിൽ വിത്തിൻ ദ വാട്ടർ ആണ് എങ്കിൽ അതിനെ നമുക്ക് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇനി ഈ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലെൻഡിക് എക്കോസിസ്റ്റം ആൻഡ് ലോട്ടിക് എക്കോസിസ്റ്റം. ലെൻഡിക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അതിങ്ങനെ സ്റ്റാൻഡിങ് വാട്ടർ ബോഡി, അതായത് ഫ്ലോ ഓഫ് വാട്ടർ അവിടെ നടക്കുന്നില്ല, സ്റ്റാൻഡിങ് വാട്ടർ ബോഡി ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രം ഇങ്ങനെ കാണപ്പെടുന്നത്, അതാണ് ലേക്ക്, പോണ്ട് എന്ന് പറയുന്നത്. ദെൻ ലോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഫ്രീ മൂവിങ് വാട്ടർ ആയിരിക്കും, ഫ്ലോയിങ് വാട്ടർ ബോഡിയാണ് അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ബോഡിയാണ്. അപ്പം ലെൻഡിക്കും ലോട്ടിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. Structure of ecosystem is an important topic. So structure എന്ന് പറയുമ്പം we already discussed, that is ecosystem consisting of living organisms and non-living factors. So ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ എക്കോസിസ്റ്റത്തിന് രണ്ട് കമ്പോണൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് എബയോട്ടിക് കമ്പോണൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബയോട്ടിക് കമ്പോണൻറ്റ്.
സോ ആ ഒരു സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ആ ഒരു സ്കീമാറ്റിക് ഡയഗ്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഈ എക്കോസിസ്റ്റം ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു എബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റ്. അതിൽ എബയോട്ടിക് കമ്പോണൻറ്റിനെ എഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് എഡാപ്റ്റിക് ഫാക്ടേഴ്സ്. അതിൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് വിത്ത് ക്ലൈമറ്റ് അല്ലെങ്കിൽ സീസണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്. ഓരോ സീസൺ മാറുന്നതനുസരിച്ച് ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ മാറി വരും. ടെമ്പറേച്ചർ, വിൻഡ്, എയർ, റെയിൻഫോൾ, ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് വരും. ദെൻ എഡാപ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം അവിടെ ഓൾറെഡി ആ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്, അതായത് സോയില്, മിനറൽസ് ഒക്കെ വരും. അപ്പോൾ ഈ മിനറൽസ് എന്ന് പറയുമ്പോൾ ഏതാ, നമ്മൾ ഫെർട്ടിലൈസർ എന്നൊക്കെ പറയത്തില്ലേ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇവരെല്ലാവരും അതിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. സോയിൽ, മിനറൽസ് ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതാണ് ഈ എഡാപ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ എഡാപ്റ്റിക് ഫാക്ടേഴ്സും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും നോൺ ലിവിങ് ആണ്. പക്ഷെ ഈ ഒരു കമ്പോണൻ്റ് ഇല്ലാതെ ലിവിങ് ഓർഗാനിസത്തിന് എക്സിസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, സോയിലും വാട്ടറും എയറും ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ലിവിങ് ഓർഗാനിസത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഈ എബയോട്ടിക് കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബയോട്ടിക് കമ്പോണൻ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നെക്സ്റ്റ് ഇസ് ബയോട്ടിക് കമ്പോണൻ്റ്. ആ ബയോട്ടിക് കമ്പോണൻറ്റിനെ തന്നെ എഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പം ആ വേർഡ് മീനിങ് തന്നെ ഉണ്ട്, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നവരല്ലേ. ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഗ്രീൻ പ്ലാന്റ്സ് എല്ലാവരും തന്നെ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസേഴ്സ്. അതിപ്പോൾ ഏത് എക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാ എക്കോസിസ്റ്റത്തിലും ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗ്രാസ് ആവാം, ട്രീ ആവാം, ഷ്രബ്സ് ആവാം, എന്തോ ആയിക്കോട്ടെ, ബട്ട് ഹവർ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഓൾവേസ് പ്രൊഡ്യൂസേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ഇസ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പം സ്വന്തമായിട്ട് ഫുഡ് അല്ലെങ്കിൽ എനർജി പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ ഈ പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അപ്പം കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പം അനിമൽസും ഹ്യൂമൻ ബീങ്സും എല്ലാം അതിൻ്റെ അകത്തേക്ക് വരുന്നവരാണ്. ദ നെക്സ്റ്റ് വൺ ഡീകമ്പോസേഴ്സ് ആണ്. ഈ ഡീകമ്പോസേഴ്സിനും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അവരും ഈ പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡെഡ് ബോഡിയെ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് എനർജി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് വൺ, ഈ ഒരു ബയോട്ടിക് കമ്പോണൻറ്റിനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു, ബയോട്ടിക് കമ്പോണൻ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം അതിൽ ഈ പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് ഓട്ടോട്രോപ്സ് എന്ന് പറയാൻ പറ്റും. അതായത് പ്രൊഡ്യൂസേഴ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഓട്ടോട്രോപ്സ്. ഇനി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവരെ നമുക്ക് കോമൺ ആയിട്ട് ഹെട്രോട്രോപ്സ് എന്നൊരു പേര് വിളിക്കാൻ പറ്റും. ഓക്കെ, ഓട്ടോട്രോപ്സും ഹെട്രോട്രോപ്സും. അതിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഓട്ടോട്രോപ്സ്, ദെൻ കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് വരുന്നു. ദെൻ പ്രൊഡ്യൂസേഴ്സ്. സോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താ, ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്. അപ്പം ഓൾവേസ് നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അതായത് സോളാർ എനർജി, സണ്ണിൻ്റെ എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫില്ലിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ പ്രസൻസിൽ ആ സോളാർ എനർജിയെ കെമിക്കൽ എനർജി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റിയിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും, പിന്നെ ബാക്കി ആ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് അവരുടെ ബോഡി പാർട്ടിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഒരു കപ്പാസിറ്റി ഉള്ളത് ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമാണ്. സോ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഓൾവേസ് കോൾഡ് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ദിസ് ഗ്രീൻ പ്ലാന്റ്സ് ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്.
എന്തുകൊണ്ട് ഗ്രീൻ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രീൻ പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നു? ഇതിന്റെ ആൻസർ ഇതാണ്: ദേ ആർ ഏബിൾ ടു സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ദെൻ ഹെട്രോട്രോപ്സ്. ഹെട്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവരെല്ലാവരെയും നമ്മൾ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നു. അതിൽ കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും വരുന്നുണ്ട്. അപ്പം ഇവർ എല്ലാവരും, ഈ കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും അവരുടെ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ദെൻ നെക്സ്റ്റ് കൺസ്യൂമേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പം എന്താ, കൺസ്യൂമേഴ്സ് ഹെട്രോട്രോപ്സ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നവരാണ്. അതിൽ തന്നെ ആ ഒരു പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് കൺസ്യൂമേഴ്സിനെ കുറച്ചധികമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ തന്നെ ഹെർബിവോർസ് എന്ന് പറയാൻ പറ്റും. ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ദെൻ ടെർഷറി കൺസ്യൂമേഴ്സ് ആൻഡ് ഓംനിവോർസ്. അങ്ങനെ 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. അപ്പം അതിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോർസ് എന്ന് പറയുമ്പോഴത്തേനും പ്യുവർ വെജിറ്റേറിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് ഹോപ്പർ, റാബിറ്റ്, ഇവരൊക്കെ അങ്ങനെയാണ് അല്ലേ, വെജിറ്റേറിയൻ ആണ്. മീൻസ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന സീഡ്, ഫ്രൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൺസ്യൂം ചെയ്ത് ജീവിക്കുന്നവരാണ് ഹെർബിവോർസ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. അതായത് ഹെർബിവോർസ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. ഇനി ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്നവരെ ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. ഈ ടെർഷറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് ക്വാർട്ടർണറി കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. ക്ലാസിഫിക്കേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ലാസ്റ്റ് ഒരെണ്ണം ഓംനിവോഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നു. ഓംനിവോഴ്സ് എന്ന് പറയുമ്പം ഈ ഗ്രീൻ പ്ലാന്റ്സിനെയും കഴിക്കും, എന്നാൽ ഈ പറഞ്ഞ ഓർഗാൻസ് ബാക്കിയുള്ള കൺസ്യൂമേഴ്സിനെയും കഴിക്കും. അതായത് പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും കഴിക്കുന്നവരെ ഓംനിവോഴ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നുണ്ട്, അതുപോലെ ഫ്ലഷ്, മീറ്റ് കഴിക്കുന്നുണ്ട്. അതുപോലെ ക്യാറ്റ്, ഡോഗ്, ഇതെല്ലാം ഓംനിവോഴ്സിലേക്ക് വരുന്നവരാണ്. പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും കഴിക്കുന്നവരാണ് ഓംനിവോഴ്സ്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോർസ് എന്ന് പറയുമ്പോഴത്തേനും ഡിയർ, ജിറാഫ്, ഇവരൊക്കെ അതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. പ്ലാന്റ്സ് മാത്രമായിരിക്കും അവർ കഴിക്കുന്നത്. പ്ലാന്റ്സ് മാത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീവ്സ്, സ്റ്റെമ്മ്, റൂട്ട്, അതിൻ്റെ ഫ്രൂട്ട്, സീഡ്, ഇതെല്ലാം അതിൻ്റെ അകത്തേക്ക് വരും. ദ നെക്സ്റ്റ് വൺ ഇസ് കാർണിവോർസ് ആണ്. ഇപ്പോൾ കാർണിവോർസിൽ തന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ്, ക്വാർട്ടർണറി കൺസ്യൂമേഴ്സ്, ഇവരെല്ലാവരും വരും. അത് ഈ ലയൺ, ഈഗിൾ, വോൾഫ്സ്, ഫോക്സ്, ഇവരെല്ലാവരും അതിൻ്റെ അകത്തേക്ക് വരുന്നവരാണ്. ദെൻ ഓംനിവോഴ്സ് ആണ്. ഓംനിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഈ പ്ലാന്റ്സും അനിമൽസും രണ്ടും കൺസ്യൂം ചെയ്യുന്നവരാണ്. ഹ്യൂമൻ ബീങ്സ്, ക്യാറ്റ്, ഡോഗ്, ഇവരെല്ലാവരും ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നവരാണ്. സോ നെക്സ്റ്റ് ഇസ് ഡീകമ്പോസേഴ്സ്. അപ്പോൾ ഡീകമ്പോസേഴ്സും ശരിക്കും ഹെട്രോട്രോപ്സ് ആണ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ലൈഫ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പം ശരിക്കും അത് ഇവർ ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ, ഡെഡ് ബോഡി അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ട്രീ ഒക്കെ ഒടിഞ്ഞു വീണ് കിടക്കുകയാണെങ്കിൽ അങ്ങനെ, അപ്പം ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കൺസ്യൂം ചെയ്തിട്ട്
അതിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ശരിക്കും റെഡ്യൂസേഴ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ബിക്കോസ് അവർ വളരെ കോംപ്ലക്സ് ആയിട്ട് കിടക്കുന്ന പാർട്ടിക്കിൾസ്, ഇപ്പോൾ ഒരു എലിഫൻ്റ് ഒക്കെ ഡെഡായി കിടക്കുന്ന എലിഫൻറ്റിൻ്റെ ബോഡിയൊക്കെ ഡീകമ്പോസ് ചെയ്ത് അവർ സോയിലുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത്രയും അവർ റെഡ്യൂസ് ചെയ്യണം അല്ലേ, അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് അവർ സോയിലിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ദി ഡീകമ്പോസേഴ്സ് ആർ ഓൾസോ കോൾഡ് റെഡ്യൂസേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നേച്ചറിൻ്റെ ക്ലീനേഴ്സ് എന്നറിയപ്പെടുന്നതും ഇവരെയാണ്, ഡീകമ്പോസേഴ്സിനെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മളിപ്പം വേസ്റ്റ് മെറ്റീരിയൽസ്, ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ആണെങ്കിലും മീറ്റ് ഫ്ലഷ് നമ്മുടെ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും എല്ലാ വേസ്റ്റും നമ്മുടെ ഡെഡ് ബോഡിയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കൈൻഡ് ഓഫ് വേസ്റ്റും നമ്മൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, സോയിലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ഡീകമ്പോസേഴ്സ് ആണ് ആ ഒരു ഡെഡ് ആൻഡ് ഡീക്കേഡ് മെറ്റീരിയലിൻ്റെ അകത്തിരുന്ന് ഡീകമ്പോസിഷൻ നടത്തി അതിനെ സിമ്പിൾ പാർട്ടിക്കിളാക്കി സോയിലുമായിട്ട് മിക്സ് ചെയ്ത് വിടുന്നത്. ഈ ഒരു ഡീകമ്പോസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഈ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്തേനെ, ഇതിങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്തേനെ അല്ലേ, ആ ഡീകമ്പോസിഷൻ നടക്കത്തില്ല, അത് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്തേനെ. സോ നമുക്ക് ലൈഫ് പോസിബിൾ ആവാത്തൊരു കണ്ടീഷൻ വന്നേനെ. സോ ഈ ഡീകമ്പോസേഴ്സിനെയാണ് നമ്മൾ നേച്ചർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ തന്നെ ക്ലീനേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ശരിക്കും ഓൾവേസ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ, എർത്ത് വേം, ഫംഗസ് ഇവരൊക്കെ തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ എപ്പോഴും വരുന്നത്. മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് സാപ്രോട്രോപ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. ശരിക്കും സാപ്രോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേനും ഡീകമ്പോസേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് സാപ്രോട്രോപ്സ് ഒരു അതർ കാറ്റഗറിയാണ്. ശരിക്കും ഈ ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കിടക്കത്തില്ല, ഇപ്പം ട്രീയുടെ പാർട്ട് അല്ലെങ്കിൽ കുറച്ച് ലീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന കോക്കനട്ട് ഹസ്ക് ഒക്കെ ഇങ്ങനെ കുറച്ച് കിടന്ന് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വന്നൊരു ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്ത് കിടക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് മഷ്റൂംസ് ഡെവലപ്പായി നിൽക്കുന്നതാണ് അല്ലേ, എഡിബിൾ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസും ഉണ്ട്, ഇല്ലാത്ത മഷ്റൂംസും ഉണ്ട്. അപ്പോൾ ഈ മഷ്റൂംസ് ആണ് ഈ സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഇതും ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഡീകമ്പോസ് ആയി വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഇവർ കിളുത്ത് വരും, ഇതിൻ്റെ അകത്ത് ഡെവലപ്പായി വന്നിട്ട് അതിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്തെടുത്തുകൊണ്ട് ഇവർ വളരും. ഇവർ വളരുന്ന അനുസരിച്ച് അവിടെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഫങ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റം. അതായത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ഫങ്ഷൻ ഇതാണ്: എക്സ്ചേഞ്ച് ഓഫ് എനർജി ത്രൂ ഫുഡ് ചെയിൻ, എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്. അതായത് ഇപ്പം ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ അനിമൽസിന് ഒരിക്കലും സൺലൈറ്റിൽ നിന്ന് എനർജി ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അല്ലെ. നമുക്കിപ്പോൾ ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അരി വേണം. സോ ഈ അരി നമുക്കൊരിക്കലും ഈ പറഞ്ഞ സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടന്ന് ആ ഒരു റൈസ് ഫോം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സോളാർ എനർജി, ആ സോളാർ എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് അത് റൈസായി അത് നമുക്ക് കിട്ടുന്ന അല്ലേ ഫുഡായിട്ട്. ഫുഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എനർജി, നമ്മുടെ ഗ്രോത്തിന് വേണ്ടുന്ന എനർജി. അപ്പോൾ അത് നമുക്ക് കിട്ടി. ദെൻ നമ്മുടെ ഈ ഡെഡ് ബോഡി എന്ന് പറയുന്നതാണ് എന്ത്, ഡീകമ്പോസേഴ്സിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഡീകമ്പോസേഴ്സ് എനർജി ഡിറൈവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഡീകമ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽ എങ്ങോട്ടാണ് പോകുന്നത്, സോയിലിലേക്ക് മിക്സ് ചെയ്യുന്നു. ഈ മിക്സ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് വീണ്ടും ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കുന്നത് അല്ലേ. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ അബ്സോർബ് ചെയ്തെടുക്കുന്നതും ഇത് തന്നെയാണ്. ഈ ഒരു സൈക്ലിക് ആയിട്ട് ഇതിങ്ങനെ നടക്കുന്നു. ഇതാണ് എക്സ്ചേഞ്ച് ഓഫ് എനർജി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആ ഒരു എനർജി ഫ്ലോ ത്രൂ എ ഫുഡ് ചെയിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് സ്ലൈഡിൽ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നോക്കിക്കേ, ആ ഒരു സണ്ണിൽ നിന്നുള്ള എനർജി നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുത്തു. ഗ്രീൻ പ്ലാന്റ്സ് ആർ ഓൾവേസ് കോൾഡ് ആസ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ. സോ അവിടുന്ന് ഒരു കാറ്റർപില്ലറിൻ്റെ വോം അല്ലെങ്കിൽ ഒരു ലാവ
അത് പ്രൈമറി കൺസ്യൂമർ ആണ്, ഹെർബിവോർ ആണ്, പ്ലാന്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. സോ അപ്പോൾ ആ എനർജി അവിടേക്ക് പാസ് ചെയ്തു. ദെൻ അതിനെ കഴിച്ച് ജീവിക്കുന്ന ഒരു ബേർഡ്, ഒരു കാർണിവോർ അല്ലെ, ഒരു സെക്കൻഡറി കൺസ്യൂമറിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ കാറ്റർപില്ലറിനെ അത് കഴിച്ചു. ദെൻ ആ ബേർഡിനെ വൾച്ചർ അല്ലെങ്കിൽ ഒരു ഈഗിള് അത് കഴിച്ചു. ദെൻ ഇവരുടെ എല്ലാവരുടെയും ഡെഡ് ബോഡി, ഒന്നെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കലി അവർ ഡെഡ് ആവുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇതിനെ എല്ലാം കൺസ്യൂം ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഈഗിളിൻ്റെ ഡെഡ് ബോഡി ആണെങ്കിലും ലാസ്റ്റ് ആരാണ് എടുക്കുന്നത്? ഡെട്രിവോസ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ റെഡ്യൂസേഴ്സ് എന്ന് പറയുന്നവരാണ് അതിനെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ആ കൺസ്യൂം ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഒരു മെറ്റീരിയൽസ് സോയിലുമായിട്ട് മിക്സപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ അതിനെ വീണ്ടും ആരാണ് കൺസ്യൂം ചെയ്യുന്നത്? ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ്സ് തന്നെയാണ് അതിനെ വീണ്ടും കൺസ്യൂം ചെയ്തെടുക്കുന്നത്. സോ ആക്ച്വലി ദിസ് ഈസ് എ സൈക്ലിക് പ്രോസസ്. ഓക്കെ, ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി എ സൈക്ലിക് പ്രോസസ്സാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. ആൻഡ് ഈ ഒരു പ്രോസസ്സ് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എർത്ത് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റിൽ ലൈഫ് ഒരിക്കലും എക്സിസ്റ്റ് ആവില്ല. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യില്ല. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫുഡ് ചെയിൻ. ഓക്കെ, ഫുഡ് ചെയിൻ നിങ്ങൾക്ക് കോമൺ ആണല്ലേ, കേട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം ഇസ് എ സിംഗിൾ പാത്വേ ദാറ്റ് റെപ്രസെൻറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി ഫ്രം വൺ ഓർഗാനിസം ടു അതർ. ഒരു ഓർഗാനിസത്തിൽ നിന്ന്, ഒരു ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് അടുത്തൊരു നോൺ ലിവിങ് ഓർഗാനിസത്തിലേക്ക് എങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പാത്ത് വേ ആണ്, ഒരു സിംഗിൾ പാത്ത് വേ ആണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ പാത്ത് വേ ആണ്. ദെൻ എല്ലാ ഫുഡ് ചെയിൻസിൻ്റെയും ബിഗിനിങ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. കാരണം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ആ ഒരു കൺവെർഷൻ, സോളാർ എനർജി കൺവേർട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇവർക്ക് മാത്രമേ ഉള്ളൂ, ഗ്രീൻ പ്ലാന്റ്സിന്. സോ എല്ലാ ഫുഡ് ചെയിൻസും 99% ഓഫ് ഫുഡ് ചെയിൻസും എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സോളാർ എനർജിയുടെ, സണ്ണിൽ നിന്നുള്ള സോളാർ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ്. സോ അത് എല്ലാത്തിൻ്റെയും ബിഗിനിങ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സും ആയിരിക്കും. സോ നിങ്ങൾക്കൊരു എക്സാമ്പിൾ, ഒരു സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നോക്കുക, ഗ്രീൻ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ്. സോ ആ പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു. ദെൻ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിച്ചു. ദെൻ സ്നേക്ക് കഴിച്ചു. ദെൻ ഈഗിള് കഴിച്ചു. ഓക്കെ, ഇതാണ് ആ ഒരു ഫുഡ് ചെയിൻ. അതൊരു സിംഗിൾ പാത്ത് വേ അല്ലേ, ഓരോ ഓർഗാനിസംസ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ സിംഗിൾ പാത്ത് വേ. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്, ദാറ്റ് ഇസ് കോൾഡ് സിംഗിൾ പാത്ത് വേ ഓഫ് എനർജി ട്രാൻസ്ഫർ. അതാണ് ഫുഡ് ചെയിൻ. സോ അത് തന്നെ കണ്ടോ, ആ ഗ്രാസ് എന്ന് പറയുന്ന ആൾ നമുക്ക് പ്രൊഡ്യൂസർ എന്ന് പറയാൻ പറ്റും. ദെൻ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമർ ആണ് അല്ലെങ്കിൽ ഹെർബിവോർ ആണ്. ദെൻ ഫ്രോഗ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമർ ആണ്. ദെൻ സ്നേക്ക് എന്ന് പറയുന്നത് ടെർഷറി കൺസ്യൂമർ ആണ്. ദെൻ ഈഗിൾ എന്ന് പറയുന്നത് ശരിക്കും ക്വാട്ടർണറി കൺസ്യൂമർ ആണ്. ദെൻ അതിനുശേഷം ഡീകമ്പോസേഴ്സ് ആണ്. എല്ലാ ഫുഡ് ചെയിൻ്റെയും എൻഡിങ് എന്ന് പറയുന്നത് ഡീകമ്പോസേഴ്സ് ആയിരിക്കും. എല്ലാത്തിൻ്റെയും എൻഡിങ് ഡീകമ്പോസേഴ്സും എല്ലാത്തിൻ്റെയും ബിഗിനിങ് സണ്ണിൽ നിന്നുള്ള എനർജിയാണ്. ശരിക്കും ഈ പ്രൊഡ്യൂസേഴ്സ് ക്ലോറോഫിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സോളാർ എനർജി യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തുമെന്ന് നമുക്ക് ഓൾറെഡി നോൺ ആയതുകൊണ്ടാണ് ഈ ഒരു ചെയിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ശരിക്കും സോളാർ എനർജി കാണിക്കാത്തത്, പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ. അതായത് ഫുഡ് ചെയിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. ആക്ച്വലി രണ്ടായിട്ട് നമുക്ക് പറയാം, ഗ്രേസിങ് ഫുഡ് ചെയിൻ ഉണ്ട് എന്നും ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഉണ്ട് എന്നും നമുക്ക് പറയാം. ബട്ട് 99% ഈ ഗ്രേസിങ് ഫുഡ് ചെയിൻ തന്നെയാണ് കാണപ്പെടുന്നത്. അതായത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഓക്കെ, ഗ്രേസിങ് ഫുഡ് ചെയിൻ, അതായത് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തൊരു എക്സാമ്പിളൊക്കെ ഈ ഒരു ഗ്രേസിങ് ഫുഡ് ചെയിനിലേക്ക് വരും. പക്ഷേ ഇതിൻ്റെ എൻഡിങ്ങും ഡീകമ്പോസിഷൻ തന്നെയാണ് അല്ലേ, ഡീകമ്പോസേഴ്സ് ഇരുന്ന് ഡീകമ്പോസിഷൻ നടത്തുന്നത് തന്നെയാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ്റെയും എൻഡിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു എൻഡ് പോർഷനെ നമ്മളെ അഡീഷണൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നു. അതായത് ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന
ഏറ്റവും എൻഡ് വരുന്നതാണ് അതിൻ്റെ ഡെഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഡ് ബോഡീനെയാണ് കൺസ്യൂം ചെയ്ത് നമ്മുടെ ഡീകമ്പോസേഴ്സ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഡീകമ്പോസേഴ്സിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഫുഡ് ചെയിൻ ആണെങ്കിൽ അതിനെ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയും. ഓക്കെ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ഓഫ് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ അനിമൽ ഓർ പ്ലാന്റ്, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിൻ ആണെങ്കിൽ എന്നിട്ട് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ്, ഈ മഷ്റൂംസ് ഒക്കെ വരുന്നത്, അപ്പം ഇത് മാത്രം കാണിക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്നും പറയാൻ പറ്റും. പക്ഷേ ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ എനർജി ലെവൽസ് വെച്ച് കൂട്ടി കൂട്ടി പോകുന്ന ആ ഒരു പാത്വേ, നമ്മുടെ ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ഡീകമ്പോസസ് ഇങ്ങനെ പറയുന്നതിനെ നമുക്ക് ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഫുഡ് വെബ്. അപ്പോൾ ഈ ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ ഈ ഫുഡ് ചെയിൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, ഇറ്റ് ഈസ് എ സിംഗിൾ പാത്വേ അല്ലെ, എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒരു സിംഗിൾ പാത്വേ ആണ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു. സോ ഫുഡ് വെബ് എന്ന് പറയുമ്പോഴത്തേനും ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ് ആണ്, അതായത് ഒരുപാട് പാത്വേസ് ഒരുമിച്ച് കാണിക്കുന്നത്, കുറേ ഫുഡ് ചെയിൻസിനെ ഒരുമിച്ച് കാണിക്കുമ്പോഴത്തേനും അതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഗ്രാസ് ഉണ്ട്, ഗ്രാസ് കഴിക്കുന്നവരാരാ? ഈ ഗ്രാസ് ഹോപ്പർ മാത്രമാണോ ഗ്രാസ് കഴിക്കുന്നത്, അല്ലെങ്കിൽ റാബിറ്റ് മാത്രമാണോ കഴിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഈ ഗ്രാസ് എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്നവരിൽ ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഡിയർ ഉണ്ട്, ഗോട്ട് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ റാബിറ്റിനെ കൺസ്യൂം ചെയ്യുന്ന തന്നെ ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, ഫോക്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഒരു ഓർഗാനിസം ഒരുപാട് ഫുഡ് കഴിക്കുകയും ചെയ്യും, ആ ഒരു ഓർഗാനിസത്തിന് തന്നെ വേറെ ഒരുപാട് ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോഴത്തേനും നമുക്കൊരു സിംഗിൾ ഫുഡ് ചെയിൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സംടൈംസ് ഓക്കെ, ഗ്രാസ് കഴിക്കുന്നത് റാബിറ്റ് ആയിരിക്കും, ആ റാബിറ്റിനെ ഫോക്സ് കഴിക്കും. പക്ഷെ അതെന്നും അങ്ങനെ ആയിരിക്കത്തില്ല. 2 ദിവസം അടുത്ത ഇപ്പം റാബിറ്റിനെ തന്നെ ലയൺ കഴിക്കും അല്ലേ. അപ്പം ഇതിങ്ങനെ വെറൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, ഫുഡ് ചെയിൻ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഇന്നതാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ നടക്കൂ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഫുഡ് ചെയിൻ ആണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫുഡ് വെബിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം നിങ്ങൾ നോക്കുക, അതിൽ നിന്ന് ക്ലിയർ ആണ്. അതായത് ഇപ്പം ഗ്രാസ് ആണ്, അപ്പോൾ ഗ്രാസ് കഴിക്കുന്നവരാരൊക്കെയാണ്? ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ദെൻ ഒരു ഇൻസെക്ട് തന്നിട്ടുണ്ട്, റാറ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഗോട്ട് ഉണ്ട്, ഡിയർ ഉണ്ട്. ഇവരെല്ലാവരും ഗ്രാസ് കഴിക്കുന്നവരാണ്. സോ ബേർഡ്സ് ഉണ്ട്. ഇനി ഇവരെയൊക്കെ കഴിക്കുന്നവർ കണ്ടോ? വൈൽഡ് ക്യാറ്റ്, ലയൺ, വൈൽഡ് ക്യാറ്റ്, ലയൺ, ഫോക്സ് ഇവരെല്ലാവരും റാബിറ്റിനെ കഴിക്കും. അതുപോലെ സ്നേക്ക് ഇവരെല്ലാവരെയും കഴിക്കും. അപ്പം ഒരു ഓർഗാനിസത്തിന് തന്നെ ഒരു ഓർഗാനിസം ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ആ ഓർഗാനിസത്തിനെ തന്നെ ഒരുപാട് വേറെ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ അതിനെ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫുഡ് വെബ് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത്. ട്രോപ്പിക് ലെവൽസ്, അപ്പോൾ ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കുക, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ എനർജി ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരു സിംഗിൾ പാത്വേ ഓഫ് എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആണ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓരോ ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യുമ്പോഴും ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഓരോ ലെവലിനെയുമാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഡയഗ്രാം നോക്കുക, അപ്പോൾ സണ്ണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തെടുത്തു, ദാറ്റ് ഈസ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ആ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്ത് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് എനർജി പ്രൈമറി കൺസ്യൂമേഴ്സിന് കിട്ടി, അതാണ് സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. അവിടുന്ന് എനർജി സെക്കൻഡറി കൺസ്യൂമേഴ്സിന് കിട്ടി, അവിടുന്ന് ടെർഷറി കൺസ്യൂമേഴ്സിന് കിട്ടി, അവിടുന്ന് ഡീകമ്പോസേഴ്സിന് കിട്ടി. ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആ എനർജി ട്രാൻസ്ഫർ നടക്കുന്ന ഓരോ സ്റ്റേജസിനെയുമാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്താണ് എക്കോസിസ്റ്റം, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, ദെൻ എക്കോളജി, സ്ട്രക്ചർ ഓഫ് ആൻ എക്കോസിസ്റ്റം, ഫങ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റം, ദെൻ ടൈപ്സ്, ദെൻ ട്രോപ്പിക് ലെവൽ എന്താണെന്ന്, ഫുഡ് ചെയിൻ, ഫുഡ് വെബ് എന്താണെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. താങ്ക് യു.